ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ 2023-24 ഇക്കണോമിക് സർവേ പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ TFR എന്ന് പറയുന്നത്, അതായത് ഈ തുല്യത, സംതുലനം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ബർത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ UP 2.8 ആണ്, ബീഹാർ 3.0 ആണ്, കേരളം 1.8 ആണ്. പുരോഗതി കൈവരിക്കുക എന്ന ഒരു കാര്യം നേടിയിരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ പ്രത്യുൽപാദന നിരക്ക് പുരോഗതിയുടെ ഭാഗമായി തന്നെ കുറയുന്നത് കൊണ്ട്, നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ അതേപടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നിറവേറ്റിയതുകൊണ്ട് നമ്മുടെ ജനസംഖ്യ മറ്റ് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ നിരക്ക് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പോൾ പോയ 10 വർഷക്കാലം 20%-ലധികം ജനസംഖ്യാ വർധനവാണ് ബീഹാറിനും ഉത്തർപ്രദേശിനുമൊക്കെ ഉണ്ടായതെങ്കിൽ കേരളത്തിൽ അത് 16%, തമിഴ്നാട്ടിൽ അത് 16% എന്ന നിരക്കൊക്കെയാണ്. അപ്പോൾ സമൂഹത്തോടുള്ള, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു എന്നൊരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ജനസംഖ്യാ അധിഷ്ഠിതമായി മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ സ്വാധീനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടാകില്ലേ? അത് കുറയില്ല എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 24% പ്രാതിനിധ്യം എന്നത് അങ്ങനെ തന്നെ തുടരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകുന്നതിന് പിന്നിൽ ഒരു ഒളിച്ചുകളിയുണ്ടോ? മാധു, നമ്മൾ നല്ല ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പി നടക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും എന്ന് തുറന്നു പറയേണ്ടി വരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ജനപ്രാതിനിധ്യ നിയമത്തിൽ വരാൻ പോകുന്ന പ്രവർത്തനത്തിൽ ജനസംഖ്യ മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് മാതൃഭൂമിയുടെ ആരാ പറഞ്ഞത്? സൂര്യൻ്റെ കീഴിലുള്ള സകലതിനെക്കുറിച്ചും അമിത്ഷാ പറഞ്ഞതിനെ കുറ്റം പറഞ്ഞ ബ്രിട്ടാസ് സൂര്യൻ്റെ കീഴിലുള്ള സകലതിനെക്കുറിച്ചും പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, 10 വർഷമായിട്ടേ ഉള്ളൂ BJP ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ രാജ്യത്തെ ജനസംഖ്യാ വർധനവ് അനിയന്ത്രിതമായി വർദ്ധിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം തേടേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും BJP മാത്രമാണോ? മാത്രമല്ല, ജനസംഖ്യാ പ്രാതിനിധ്യം മാത്രമായിരിക്കും ഇതിൻ്റെ മാനദണ്ഡമെന്ന് ആരാണ്, എവിടെയാണ് പറഞ്ഞത്? സാമൂഹ്യ പിന്നോക്കാവസ്ഥയായിക്കൂടെ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയായിക്കൂടെ? ഇപ്പം നോക്കൂ, 25 വർഷമായി നമ്മൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് പ്രാരംഭമായ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മാധു, എന്തൊക്കെ നടക്കണം? 2025 തുടക്കത്തിലാണ് നമ്മൾ. 2026 ശേഷം സെൻസസ് നടക്കണം. ആ സെൻസസ് നടന്നാൽ മാത്രം പോരാ, അത് ഇനിയും ആരംഭിച്ചിട്ടില്ല. സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. ഇതൊന്നും നരേന്ദ്രമോദിയും BJPയും ഉണ്ടാക്കി വെച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ രാജ്യത്ത് അതൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായിട്ട് ഇവരൊക്കെ കൂടി ആലോചിച്ച് എഴുതി വെച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നോക്കൂ, സുപ്രീം കോടതിയിൽ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു ന്യായാധിപൻ വേണം, സുപ്രീം കോടതി ജഡ്ജ് വേണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധി വേണം. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് പഠനവും നിരീക്ഷണവും നടത്തേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി, ഇലക്ഷൻ കമ്മീഷനോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ വേണം. ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അവിടെ അസോസിയേറ്റഡ് സമിതിയായിട്ട് ആ സംസ്ഥാനത്തുള്ള 5 MP-മാരും 5 നിയമസഭാ പ്രാതിനിധ്യമുള്ള ആളുകളും വേണം. ഇവരൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് സത്യത്തിൽ നമ്മൾ വി ആർ ബീറ്റിംഗ് ദ ബുഷ്. ഇതെവിടെയാണ് എത്തിയത്? ഇത് പാർലമെന്റിലടക്കം ചർച്ചയായ ഒരു വിഷയം, ടെലിവിഷൻ ചർച്ചകളുടെ വിഷയമാകുന്നത് ഇരുട്ടുമുറിയിലെ പൂച്ചയെ തപ്പുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ ബഹുഭൂരിപക്ഷമുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് അങ്ങയുടേതടക്കം നേതാക്കളും ഈ ഇരുട്ടുമുറിയിലെ പൂച്ചയാണ് തപ്പിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഭരണഘടനയുടെ 81 അനുച്ഛേദ പ്രകാരം തന്നെ ലോക്സഭാ സീറ്റ് എണ്ണത്തിന്റെ അനുപാതവും സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ അനുപാതവും കഴിയുന്നത്ര തുല്യമായിരിക്കണം എന്ന് തന്നെയാണ് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ജനസംഖ്യ ആണ് പ്രധാന മാനദണ്ഡം. ജനസംഖ്യ കണക്കാക്കേണ്ടത് അവസാനത്തെയും തൊട്ടു മുൻപുള്ള സെൻസസിന്റെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ കണക്കനുസരിച്ചായിരിക്കണം ലോക്സഭാ എണ്ണത്തിന്റെ സീറ്റും അനുപാതവും പൂർത്തീകരിക്കേണ്ടത്. ഓരോ സെൻസസിന് ശേഷവുമാണ് സീറ്റ് നമ്പർ പുനഃക്രമീകരിക്കണം എന്നുള്ളത് 82-ാം അനുച്ഛേദം പറയുന്നുണ്ട്. അതിന്റെ അധികാരം പാർലമെന്റിനാണ് എന്നും പറയുന്നുണ്ട്. അതിനിപ്പോൾ മാതൃഭൂമിയോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവക്ഷ ഭരണഘടനയിലുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ കൃത്യമായി കേൾക്കുകയും ആകാം. അല്ല, ഞാൻ അത് തന്നെയാണ് വരുന്നത്. മാധു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട MP പറയുന്ന ആശങ്കയേറുന്നു എന്നുള്ളതാണ്. ഈ ആശങ്ക എന്ന് തുടങ്ങിയതാ?
2014 മുതൽ ആശങ്ക കൂടി വരികയാണ്. അടുത്ത കാലത്തൊന്നും ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാധു. മാത്രമല്ല, ഇതെവിടെയാണ് ഇതിൻ്റെ പശ്ചാത്തലം? നോക്കൂ, ഡൽഹി മദ്യ അഴിമതിയെ വെല്ലുന്ന തരത്തിലൊരു മദ്യ അഴിമതി തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നു. 1000 കോടി രൂപയുടെ പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി അഴിമതിയിൽ ആടി ഉലയുന്നു. നേരത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോൾ നിയമനത്തിൽ കുറ്റം കണ്ടെത്തിയ ഒരാൾ. അതിനെക്കുറിച്ച് മൗനം പാലിക്കാൻ മാത്രമല്ല, അത് മറികടക്കണം. ആദ്യം 1960കളും 70കളും ആരംഭിച്ച ഭാഷാ യുദ്ധത്തെക്കുറിച്ച് ഉറക്കം കുറിച്ചു. അത് ചീറ്റിപ്പോയി. ഇപ്പം ഉണ്ടായ വസ്തുത എന്താണ്? മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി അടുത്ത ഭരണം കിട്ടാനുള്ള ചില പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരുമിച്ച് ചേരൽ. നോക്കൂ, മക്കളില്ലാത്തത് കൊണ്ട് മമത വന്നില്ല. ഇതിനെക്കുറിച്ച് ആത്മാർത്ഥയില്ലാത്തത് കൊണ്ട് ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നും ആൾ വന്നില്ല. ഇനി പാർലമെന്റിലെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മാധു നമ്മുടെ ചർച്ചയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ചില ആഘോഷം നടക്കുന്നുണ്ട്. ഞാൻ മാധുവിനെ അയച്ചു തരാം. ഒന്ന്, പാർലമെന്റിനകത്ത് ചോദ്യം ചോദിച്ചപ്പോൾ അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു, ഒരിടത്തും ഇതിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയാൻ പോകുന്നില്ല. പാർലമെന്റിൽ നടന്ന ചർച്ചയാണ്. ആധികാരികം വിശ്വാസം എടുക്കാമെങ്കിൽ നമുക്കിത് പോകാം. രണ്ടാമത്, കേരളത്തിൽ ഏതാണ്ട് 27 പാർലമെന്റ് സീറ്റ് ഉണ്ടാകുമെന്നും കർണാടകയിൽ 41 ഉണ്ടാകുമെന്നും തമിഴ്നാട്ടിൽ 47 ഉണ്ടാകുമെന്നും ഒക്കെ ചില ഇംഗ്ലീഷ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതും ആഘോഷിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ഇത് ആരുടെയൊക്കെയോ ഭാവനയ്ക്കനുസരിച്ചുള്ള സൃഷ്ടിയും സങ്കല്പവുമാണോ? മാത്രമല്ല, ഇപ്പം മാധു പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, രാഷ്ട്രീയമായി ചിലരുടെ ഇല്ലായ്മയാകുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് 36 കൊല്ലം ഭരിച്ച ബ്രിട്ടാസിന്റെ പാർട്ടി ബംഗാളിൽ രാഷ്ട്രീയമായ ഇല്ലായ്മയുടെ കാരണമാകും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയാത്തത് പറയേണ്ടതുമില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24% എന്ന് പറയുന്ന പ്രാതിനിധ്യം തുടരുമോ എന്ന ചോദ്യം 2 മണിക്കൂർ സംസാരിച്ചിട്ടും അതിന് മറുപടി പറഞ്ഞില്ല എന്ന ഒരു കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടിയാലും കുറഞ്ഞാലും അത് ജനസംഖ്യാനുപാതികമാണ് എങ്കിൽ 2 തരത്തിൽ ഇത് ചെയ്യാം. ഒന്ന്, ഈ പറയുന്ന ഇപ്പോഴുള്ള നിലവിലുള്ള മണ്ഡലങ്ങളെ പുനർവിതരണം ചെയ്യാം ജനസംഖ്യാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മൊത്തം സീറ്റുകളെ 750 മുതൽ 800 വരെയുള്ള സീറ്റുകളായി വർദ്ധിപ്പിക്കാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 2026 ശേഷം നടക്കുന്ന സെൻസസ് ആണ് എങ്കിൽ സ്വാഭാവികമായും അതിൽ ജനസംഖ്യ ക്രമപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ, ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ച സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യത്തിൽ പ്രശ്നമുണ്ടാകും എന്ന കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അതിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡമുണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തത്.